ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമ തിയേറ്ററുകളിൽ കൃത്യം 4 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 800 കോടി കളക്ഷൻ അടുത്തേക്ക് എത്തപ്പെടുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ മാത്രം 621 കോടിയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുഷ്പ 2 വിവിധ സിനിമകളെ ബോക്സ് ഓഫീസിൽ മറികടന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ വിവിധ സിനിമകളെയാണ് 3-ാം ദിവസത്തെ കളക്ഷനോടെ പുഷ്പ 2 മറികടന്നിരിക്കുന്നത്. ആ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 610 കോടി കളക്ഷൻ നേടിയെടുത്ത രജനീകാന്തിന്റെ കരിയറിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ജയിലർ. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ കൂടി അഭിനയിച്ച ജയിലർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായി 610 കോടി കളക്ഷൻ പുഷ്പ 2 വെറും 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ജയിലറിന് തൊട്ട് മുകളിലുള്ളത് വിജയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലിയോ ആണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോയുടെ ഫൈനൽ കളക്ഷൻ 620 കോടിയോളം രൂപയാണ്. ആ കളക്ഷനും 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് നമ്മുടെ മലയാളത്തിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിനെയാണ് പുഷ്പ 2 മറികടന്നതെങ്കിൽ ഇപ്പോഴത്തെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ കൊണ്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയായ രജനിയുടെ 2.0 എന്ന സിനിമയെ പുഷ്പ 2 മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 3D ചാർജ് കൂട്ടാതെയും കൂട്ടിയും എല്ലാം തന്നെ 650 കോടി രൂപ മുതൽ 800 കോടി രൂപ വരെ പല കളക്ഷനാണ് ഇതിനോടകം തന്നെ 2.0യുടെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും 3Dയിൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയ 2.0 എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇന്നത്തോടെ തീരും. ഇനി തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രശാന്ത് നീലിന്റെ പ്രഭാസ് നായകനെ എത്തിയ നമ്മുടെ പൃഥ്വിരാജ് കൂടി അഭിനയിച്ച സലാർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനും പുഷ്പ 2 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഈ 2024 വർഷം തള്ളു കളക്ഷന്റെ കാര്യത്തിൽ വലിയ സ്കാം നടത്തിയ സിനിമ ദേവരയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2023 തള്ളു കളക്ഷന്റെ കാര്യത്തിൽ വലിയ സ്കാം നടത്തിയത് സലാർ എന്ന സിനിമയാണ്. 700 കോടി രൂപ മുതൽ 800 കോടി രൂപയുടെ പോസ്റ്റർ വരെയെല്ലാം തന്നെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെങ്കിൽ പോലും 610 കോടിയിൽ പരമാണ് സലാറിന്റെ ഫൈനൽ കളക്ഷൻ. ആ കളക്ഷൻ എന്തായാലും പുഷ്പ 2 മറികടന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കുക അല്ലു അർജുൻ സിനിമയുടെ അല്ലു അർജുന്റെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ടാം.